ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് ലംസം മെത്തേഡിൻ്റെ സബ് 2 മെത്തേഡാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്തായിരുന്നു ആ മെത്തേഡ്? നമ്മൾ ഓരോ വർഷത്തിൻ്റെ പ്രോഫിറ്റിൽ നിന്നും ഈ റിഡംഷൻ പർപ്പസിന് വേണ്ടി ഒരു സർട്ടൻ പെർസെൻറ്റേജ് എമൗണ്ട് നമ്മൾ മാറ്റിവെക്കും. ആദ്യം പഠിച്ച മെത്തേഡിൽ അങ്ങനെയല്ല ചെയ്യാറ്. ഏത് വർഷമാണ് നമുക്ക് റിഡംഷൻ നടത്തുന്നത് ആ വർഷത്തിന് സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഒരു ചെറിയൊരു റിസർവ് ക്രിയേറ്റ് ചെയ്യുക. 25% റിസർവ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ എമൗണ്ടിൽ നിന്ന് ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് മാത്രമായിട്ട് ആ ഹ്യൂജ് എമൗണ്ട് എടുക്കുകയാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത മെത്തേഡിൽ ചെയ്തത്. പക്ഷേ ഈ മെത്തേഡിൽ അങ്ങനെയല്ല. നമുക്കറിയാം 5 വർഷം കഴിഞ്ഞിട്ടോ 10 വർഷം കഴിഞ്ഞിട്ടോ ഇങ്ങനെ റിഡംഷൻ വരും. ആ സമയത്ത് നമുക്ക് ഫണ്ട് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ വർഷവും നമ്മൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടി മാറ്റിവെക്കണം. നമുക്ക് 2 മെത്തേഡിൽ കൂടെ കണ്ടുപിടിക്കാം. ഒന്ന് സിങ്കിങ് മെത്തേഡ്, രണ്ടാമത്തേത് ഇൻഷുറൻസ് പോളിസി മെത്തേഡും. അതിൽ ഫസ്റ്റ് മെത്തേഡ് സിങ്കിങ് മെത്തേഡിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പകുതി വരെ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ലാസ്റ്റ് ഇയർ ഒഴിച്ച് ബാക്കി എല്ലാ വർഷങ്ങളിലും നമ്മൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി പാസ്സാക്കേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു അഡീഷനും കൂടി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സെക്കൻഡ് ഇയറിലത്തെ ലാസ്റ്റത്തെ ജേർണൽ എൻട്രി എന്തായിരുന്നു? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോകണം. അതായത് നമുക്ക് എന്ത് കിട്ടേണ്ട ഇൻട്രസ്റ്റ് കിട്ടുന്ന ജേർണൽ എൻട്രി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നാലാമത്തെ ജേർണൽ എൻട്രി എന്തായിരുന്നു? ഈ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം ഒരിക്കലും നമ്മൾ ബിസിനസ് പർപ്പസിലേക്ക് ഉപയോഗിക്കില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുക, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യുക. അതിൽ തന്നെ ക്രെഡിറ്റ് ചെയ്തോളാനാണ് പറയാം. അപ്പോൾ നമ്മൾ ആ നാലാമത്തെ ജേർണൽ എൻട്രി എന്താ നമ്മൾ പഠിച്ചത്? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് നമ്മൾ ഇന്നലെ പഠിച്ച ജേർണൽ എൻട്രി. അതിൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ കൂടെ ആ വർഷം കിട്ടിയ ഇൻട്രസ്റ്റും കൂടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതെന്താണ് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതായത് സെക്കൻഡ് ഇയർ നമ്മൾ സാധാരണ ആ വർഷത്തെ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റും. അതിൻ്റെ ഒപ്പം എന്ത് വേണം? ആ വർഷം കിട്ടിയ ഇൻട്രസ്റ്റ്, അതായത് നമ്മൾ ആ വർഷം കിട്ടിയ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഇൻട്രസ്റ്റും കൂടി കൂട്ടിയിട്ടാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് ഇയർ അത് വരുന്നില്ല. കാരണം എന്താണ്? നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം ഇല്ല. അപ്പം നമ്മൾ ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കേണ്ട എമൗണ്ട് മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. പക്ഷേ സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമുക്ക് ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കേണ്ട എമൗണ്ടിൻ്റെ കൂടെ എന്തും കൂടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ആ വർഷം കിട്ടിയ ഇൻട്രസ്റ്റ് ഇൻകം കൂടി അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം ആ ഇൻട്രസ്റ്റ് ഇൻകം നമ്മൾ ബിസിനസ് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കില്ല. ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതും കൂടി ട്രാൻസ്ഫർ ചെയ്യണം. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. പിന്നെ നമുക്ക് ഇന്നലത്തെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഇനി ലാസ്റ്റ് ഇയർ, ഫസ്റ്റ് ഇയറും അതുപോലെ ലാസ്റ്റ് ഇയറും ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഇയറിലത്തെയും എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ലാസ്റ്റ് ഇയർ എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരാൻ നോക്കാം. ആദ്യത്തെ 3 ജേർണൽ എൻട്രി സെയിം തന്നെയാണ്. സെക്കൻഡ് ഇയറിൽ പാസ്സാക്കിയിരുന്ന അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ നമ്മൾ പഠിച്ച അതേ ജേർണൽ എൻട്രി തന്നെയാണ് ആദ്യത്തെ 3 വരെ. ഒന്നാമത്തെ എന്തായിരുന്നു? ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത്. ദെൻ ആ ഇൻട്രസ്റ്റ് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് രണ്ടും. കാരണം ലാസ്റ്റ് ഇയർ ആകുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ജേർണൽ എൻട്രി നമ്മൾ ഇന്നലെ പഠിച്ചത് തന്നെയാണ്. അത് നമ്മൾ എഴുതി. ദെൻ മൂന്നാമത്തേലും വ്യത്യാസമില്ല. ആ വർഷത്തെ ലാസ്റ്റ് ഇയർ ആണെങ്കിലും ആ വർഷത്തെ എന്ത് വേണം? പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് നമ്മൾ ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ആ എമൗണ്ട്, ആ വർഷത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കുറവുണ്ടാവും. അതൊരു പ്രോബ്ലം വെച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഈസിയാണ്, അത്ര ബുദ്ധിമുട്ടില്ലാത്തതാണ്. തൽക്കാലം ഈ ജേർണൽ എൻട്രി ഒന്ന് പഠിച്ചു വയ്ക്കാം. ഇനി ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത്? ഇത്രയ്ക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ എമൗണ്ടുകൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതാറുണ്ട്. പക്ഷേ ഈ വർഷം അത് ചെയ്യേണ്ട. കാരണം നമ്മൾ ഇനി അത്
ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി ഇത് റിഡംഷൻ നടത്താൻ പോവാണ്. നമ്മൾ ആ വർഷമാണ്, ലാസ്റ്റ് ഇയർ ആണ് നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ട വർഷമാണ്. അപ്പോൾ ആ വർഷത്തെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല. റീസൺ മനസ്സിലായില്ലേ? നമ്മൾ എന്തിനാ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്? നമ്മൾ ഓരോ വർഷം ഇങ്ങനെ മാറ്റി വെക്കുന്ന കാശ് വെറുതെ അവിടെ ഇരുന്നാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻകം കിട്ടണില്ല. കാരണം 5 വർഷം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് ഇയർ തൊട്ട് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് നമുക്ക് എന്നൊക്കെ ആവശ്യമുള്ളൂ? 5th ഇയർ അവസാനമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആ 5th ഇയർ വരെ അത് വെറുതെ വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. പക്ഷെ ലാസ്റ്റ് ഇയർ ചെയ്യുന്ന ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട. കാരണം നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ് ഇതൊക്കെ ഈ ജേർണൽ എൻട്രി ഒക്കെ പാസ്സാക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ആണ്. ആ വർഷം തന്നെ അപ്പം തന്നെ നമുക്ക് എന്തും ചെയ്യണം, റിഡംഷൻ നടത്തണം. അപ്പോൾ ലാസ്റ്റ് ഇയറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തണ്ട. ബാക്കി എല്ലാ കൊല്ലങ്ങളിലും നമ്മൾ അത് നടത്തണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ പഠിച്ച 4ാമത്തെ ജേർണൽ എൻട്രി ഇവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇയർ ആണെങ്കിൽ ഫസ്റ്റ് 3 ജേർണൽ എൻട്രി വരും, 4ാമത്തെ ജേർണൽ എൻട്രി വരില്ല. ഫസ്റ്റ് 3 ജേർണൽ എൻട്രി ഒന്നാമത്തെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പിന്നെ പ്രോഫിറ്റിൽ നിന്ന് പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 4ാമത്തെ എൻട്രി ആയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന എമൗണ്ട് നമ്മൾ ആ ജേർണൽ എൻട്രി നമ്മളിവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അപ്പോൾ ഇത് വരെ കഴിഞ്ഞു. ഇനി നമ്മൾ റിഡംഷൻ പർപ്പസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റിഡംഷൻ പ്രോസസ്സ് ലാസ്റ്റ് ഇയർ ആയാലും നമുക്ക് റിഡംഷൻ ചെയ്യണം. അപ്പോൾ റിഡംഷൻ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് ആണ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞു ഗവൺമെന്റ് സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്താമെന്ന് പറഞ്ഞു. ആ ഗവൺമെന്റ് സെക്യൂരിറ്റി വിൽക്കാം. അത് വിൽക്കുമ്പോഴത്തെ ജേർണൽ എൻട്രിയാണ്. വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് വരികയാണ് ചെയ്യുക. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. നമ്മൾ സാധാരണ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ എഴുതുന്ന ജേർണൽ എൻട്രിയുടെ റിവേഴ്സ് എൻട്രി. നമ്മൾ കഴിഞ്ഞാലൊക്കെ 4ാമത്തെ ജേർണൽ എൻട്രി ആയിട്ട് എന്താ എഴുതിയത്? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ്. അത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പോൾ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇയർ ആയി നമുക്ക് റിഡംഷന് കാശ് വേണം. നമ്മൾ എന്ത് ചെയ്യണം? ആ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കണം. അപ്പോൾ നമുക്ക് ക്യാഷ് വരുന്നു. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. നമ്മൾ അത് വിറ്റു. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, ഞാൻ അടുത്ത സ്ലൈഡിലാണ്. അപ്പോൾ ഇതുവരെ മനസ്സിലായില്ലേ? ലാസ്റ്റ് ഇയറിൽ ചെയ്യേണ്ട ആദ്യത്തെ 4 ജേർണൽ എൻട്രി നമ്മൾ പഠിച്ചു. 3 വ്യത്യാസമല്ലേ സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിച്ച അതേ ജേർണൽ എൻട്രി തന്നെ. 4ാമത്തെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് ചെയ്യുന്ന ജേർണൽ എൻട്രിക്ക് പകരം നമ്മളിവിടെ പർച്ചേസ് ചെയ്യുന്നത് ഇതുവരെ വെച്ച അല്ലെങ്കിൽ ഇതുവരെ നടത്തിയ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നമ്മൾ വിൽക്കാണ്. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്ത ചെയ്യണമെന്ന് വെച്ചാൽ ഈ വിറ്റതിൽ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വിറ്റുമല്ലോ, ആ വിറ്റപ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ നോക്കണം. അതായത് ചിലപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുമ്പോൾ ലാഭം കിട്ടാം, ചിലപ്പോൾ അടച്ചതിനേക്കാൾ കൂടുതൽ എമൗണ്ട് കിട്ടും, അല്ലെങ്കിൽ കുറവ് എമൗണ്ട് കിട്ടും. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കണം. പ്രോഫിറ്റ് ആണെങ്കിൽ ഇഫ് ദർ ഈസ് പ്രോഫിറ്റ് ഓൺ സെയിൽ, ജേർണൽ എൻട്രി എന്താണെന്ന് വെച്ചാൽ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. നമുക്ക് കിട്ടിയ ലാഭം എന്ത് ചെയ്യണം? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിടണം. ലോസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ടും, ലോസ് ആണെങ്കിൽ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിടണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ വിറ്റു, പിന്നെ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ നമ്മൾ നോക്കി. ഇനി നമുക്ക് സാധാരണ റിഡംഷൻ്റെ ജേർണൽ എൻട്രി ആണ്. ആദ്യം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് ഡ്യൂ ആക്കുക, പിന്നെ അത് കൊടുക്കുക. ഡ്യൂ ആക്കുന്നതിൻ്റെ ജേർണൽ എൻട്രി ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അതാണ് ഡ്യൂ ആക്കുന്നതിൻ്റെ ജേർണൽ എൻട്രി. ദെൻ പേയ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ ജേർണൽ എൻട്രി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എഴുതുന്ന അതേ ജേർണൽ എൻട്രി തന്നെയാണ് പിന്നെ പാസ്സാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അത് അടുത്ത സ്ലൈഡിലാണ്. അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ 4 പഠിച്ചു. നേരത്തെ സ്ലൈഡിൽ നമ്മൾ അവസാനിപ്പിച്ചത് സെയിൽ നടത്തുന്നതാണ്. ആ സെയിൽ നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ സെയിലിൽ നമുക്ക് ലാഭം ഉണ്ടായോ നഷ്ടം ഉണ്ടായോ നോക്കാം. പ്രോഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ ജേർണൽ എൻട്രി എഴുതുക. അല്ലേ, ആ 5 അല്ലെങ്കിൽ 6 ഏരിയയിൽ ഒരെണ്ണം വരല്ലോട്ടോ. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റിൻ്റെ ജേർണൽ എൻട്രി എഴുതുക, ലോസ് ആണെങ്കിൽ ലോസിൻ്റെ ജേർണൽ എൻട്രി എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ റിഡംഷൻ ഡ്യൂ ആക്കുന്നതിൻ്റെ ജേർണൽ എൻട്രി എഴുതുക, അതുപോലെ അത് കൊടുക്കുന്നതിൻ്റെ ജേർണൽ എൻട്രിയും എഴുതുക. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്മൾ തുടക്കത്തിൽ ഓരോ വർഷങ്ങളിലും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ പഠിച്ചോണം DRR അക്കൗണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാണ്? ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ അക്കൗണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് വെക്കണം. അതാണ് പറയുന്നത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ്.
എത്രയാണ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ എമൗണ്ട് കൊടുത്തിരിക്കുന്നത് ആ എമൗണ്ട് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മളത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്യാൻസൽ ചെയ്താലാണ് നമുക്ക് ഈ പ്രോസസ്സ് അവസാനിപ്പിക്കാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇയറിലാണ് കുറച്ചധികം ജേർണൽ എൻട്രി ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ തൊട്ടുള്ള എല്ലാതും നമ്മൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഇയർ നമ്മൾ എന്ത് ചെയ്യണം, ആ P&L അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് ഒരു എമൗണ്ട്, അത് എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ഇയർ ചെയ്യേണ്ടത്. സെക്കൻഡ് ഇയർ ഈ 2 ജേർണൽ എൻട്രി എഴുതണം. അതിനു മുമ്പ് നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് ഇൻകം റിസീവ് ചെയ്യും വേണം. അതുപോലെ അത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും വേണം. സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും വേണം. ദെൻ നമ്മൾ ലാസ്റ്റ് ഇയറിൽ എന്ത് ചെയ്യണം, ഈ സെക്കൻഡ് ഇയറിൽ എഴുതിയ ആദ്യത്തെ 3 ജേർണൽ എൻട്രി എഴുതുക. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആ വർഷം നമ്മൾ റിഡംഷൻ നടത്താണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യേണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, സെയിൽ നടത്തിയാൽ മതി. ദെൻ സെയിൽ നടത്തുമ്പോൾ പ്രോഫിറ്റ് ആണ് ലോസ് ആണ് നോക്കുക, അതിൻ്റെ ജേർണൽ എൻട്രി എഴുതുക. ദെൻ പിന്നെ നമ്മൾ റിഡംഷൻ ഡ്യൂ ആക്കണമെന്നും കൊടുക്കണമെന്നും ജേർണൽ എൻട്രി എഴുതുക. ഏറ്റവും ലാസ്റ്റ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അത്രയ്ക്കാണ് ഇതിൽ ചെയ്യേണ്ടത്. ഇങ്ങനെ ലാസ്റ്റ് ഇയറിൽ ഇത്രയ്ക്ക് ജേർണൽ എൻട്രികളാണ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബാക്കിയുള്ള സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് എമൗണ്ട് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം ഈ പ്രോസസ്സ് അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ ജേർണൽ എൻട്രി എഴുതുമ്പോൾ ചെറിയൊരു ഐഡിയ കുറവുണ്ടാവും. നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓൺ 1st January 2011 M Limited issues 812% debentures of ₹100 each repayable at the end of the three years. ഒരു കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 800 ഡിബഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്, ₹100 വെച്ചിട്ട്. റിഡംഷൻ പീരീഡ് ആഫ്റ്റർ 3 years ആണ്. ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് എ സിങ്കിങ് ഫണ്ട് ഫോർ ദ പർപ്പസ്. ദ ഇൻവെസ്റ്റ്മെൻറ്റ് വാസ് എക്സ്പെക്റ്റഡ് ടു ഏൺ 5% ആണ്. നമ്മൾ പറഞ്ഞത് ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞത്, അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞേക്കുന്നത് 5% ആണ്. സിങ്കിങ് ഫണ്ട് വാല്യൂ ഈ 0.317208. അതാണ് നമ്മൾ എത്ര എമൗണ്ട് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കാനുള്ള വാല്യൂ ആണ്. അതായത് നമ്മൾക്ക് മൊത്തം എത്ര വാല്യൂ ഉണ്ട്, 80,000 rupees ഉണ്ട്. അതിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടൊരു എമൗണ്ട് ആണ് നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ഓരോ വർഷവും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എത്രയാണ് പ്രൊപ്പോർഷനേറ്റ് എന്ന് കിട്ടാനായിട്ടൊരു ടേബിൾ ഉണ്ട്. സിങ്കിങ് ഫണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ടേബിൾ ഉണ്ട്. ആ ടേബിൾ നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല, ടേബിൾ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ ടേബിൾ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഓരോ വർഷവും എത്ര എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് യൂസ് ചെയ്യാനാണ് ആ വാല്യൂ തന്നിരിക്കുന്നത്. സിങ്കിങ് ഫണ്ട് വാല്യൂ വാസ് തന്നിട്ടുണ്ടാവും. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇൻവെസ്റ്റ്മെൻറ്റ് വാസ് മെയ്ഡ് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 100 ഓൺലി. അതായത് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തില്ല, ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇൻവെസ്റ്റ്മെൻറ്റ് വാസ് മെയ്ഡ് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 100s ഓൺലി. അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഇൻവെസ്റ്റ്മെൻറ്റ് റിയലൈസ്ഡ് 55,000 ഓൺ ദി ഡേറ്റ് ഓഫ് റിഡംഷൻ. നമ്മൾ നേരത്തെ ജേർണൽ എൻട്രി പഠിച്ചപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ സെയിൽ നടത്തുമെന്ന് പറഞ്ഞു. അതായത് 3ാമത്തെ ജേർണൽ എൻട്രി എഴുതിയിട്ട് 4ാമത്തെ ജേർണൽ എൻട്രി എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കണം ജേർണൽ എൻട്രി എന്ന് പറഞ്ഞു. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റിട്ട് നമുക്ക് കിട്ടിയത് എത്ര രൂപയാണ്, ₹55 ആണ്. പിന്നെ വേറൊന്നുമില്ല, നമ്മളോട് ജേർണൽ എൻട്രി പാസ്സാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് 3 വർഷമാണുള്ളത്. അപ്പോൾ നമ്മൾ എത്ര വർഷത്തെ ജേർണൽ എൻട്രികൾ വരയ്ക്കണം, 3 വർഷത്തെ ജേർണൽ എൻട്രി വരയ്ക്കണം. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, ലാസ്റ്റ് ഇയർ എന്ന് വെച്ചാൽ തേർഡ് ഇയർ. 5 വർഷമാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ലാസ്റ്റ് ഇയർ, അങ്ങനെ 5 വർഷത്തെ വരയ്ക്കണമായിരുന്നു. അപ്പോൾ ഇതിലാകെ നമുക്ക് 3 വർഷം വരച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രയാണ് ഓരോ വർഷം P&L അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട എമൗണ്ട്, അതായത് മൊത്തം എത്ര രൂപയാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്, 80,000 രൂപയാണ് തിരിച്ചു കൊടുക്കേണ്ടത്. ആ 80,000 രൂപ 3 കൊല്ലങ്ങളിലായിട്ട് എത്ര പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആ വാല്യൂ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. ആനുവൽ എമൗണ്ട് ടു ബി ട്രാൻസ്ഫർഡ് ടു സിങ്കിങ് ഫണ്ട് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിബഞ്ചർ വാല്യൂ എത്രയാണ്, 80,000 ഇൻറ്റു സിങ്കിങ് ഫണ്ട് വാല്യൂ തന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണ്, 0.317208. അപ്പം നമ്മുടെ ഡിബഞ്ചറിൻ്റെ വാല്യൂവിനെ ആ സിങ്കിങ് ഫണ്ട് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ഓരോ വർഷം എത്ര എമൗണ്ട് ആണ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ള എമൗണ്ട് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 25,377 ആണ് കിട്ടുക.
ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഫേസ് വാല്യൂവിനെ, ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂവിനെ അല്ലെങ്കിൽ നമ്മുടെ റിഡംഷൻ വാല്യൂവിനെ ഈ സിങ്കിങ് വാല്യൂവിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഓരോ വർഷവും നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ജേർണൽ എൻട്രി എഴുതുമ്പോൾ പറഞ്ഞു തരാം. നമുക്ക് ജേർണൽ എൻട്രി സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നമുക്ക് ജേർണൽ എൻട്രി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് പ്രോഫിറ്റിൽ നിന്നൊരു പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് മാറ്റിവെക്കുന്നത് ഫസ്റ്റ് ഇയർ. പക്ഷേ ഇവിടെ ആ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടിയ ആ ജേർണൽ എൻട്രി കൊണ്ടും എഴുതി വെച്ചോളൂ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലാണെങ്കിലും മാത്രം എഴുതിയാൽ മതി, അപ്പോൾ തന്നെ എഴുതേണ്ട ആവശ്യമുള്ളൂ. എന്നാലും ഇപ്പം ഞാൻ ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. നമുക്ക് ഡിബഞ്ചർ റിസീവ് ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി എഴുതാം? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു 12% ഡിബഞ്ചേഴ്സ്. ഇത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, പറ്റു പാർലായിരിക്കും, പ്രീമിയമോ ഡിസ്കൗണ്ടോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സിമ്പിൾ ജേർണൽ എൻട്രി ആണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 80,000. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അറ്റു പാർലായതുകൊണ്ട് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ മെത്തേഡ് പ്രകാരം പഠിച്ച ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം എന്താണ്? അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ, നമ്മൾ ഫസ്റ്റ് ഇയറിലത്തെ എൻഡിൽ നമ്മൾ പാസ്സാക്കേണ്ട ജേർണൽ എൻട്രി ആദ്യം എന്താണ് ചെയ്യേണ്ടത്? പ്രോഫിറ്റിൽ നിന്ന് പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ജേർണൽ എൻട്രി എന്താണ്? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട് ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്നത്? 25,377. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ആദ്യത്തെ കൊല്ലം ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ആ വർഷം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ല, കാരണം നമ്മൾ ഇതുവരെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല, ഒന്നാമത്തെ കൊല്ലമാണ്. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രോഫിറ്റിൽ നിന്ന് പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. എമൗണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു, 25,377 ആണെന്ന് നമ്മൾ ജേർണൽ എൻട്രി എഴുതി. ഓക്കെ, ഇനി അടുത്ത ജേർണൽ എൻട്രി എന്താണ്? നമ്മൾ അതിൻ്റെ ഈക്വലൻ്റ് എമൗണ്ട് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യണം. ജേർണൽ എൻട്രി എന്താണ്? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്. അതാണ് ജേർണൽ എൻട്രി. എമൗണ്ട് എത്രയാണ്? നമ്മൾ എത്രയാണ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്? 25,377 ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒരു പറഞ്ഞിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ റൗണ്ട് ചെയ്യണമെന്ന്, മൾട്ടിപ്പിൾസ് ഓഫ് 100 ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. അതായത് നമ്മൾ ഈ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ആയ 25,377 അടുത്ത റൗണ്ട് ചെയ്യാറില്ല, അതുപോലെ റൗണ്ട് ചെയ്യണം. 100 ആയിട്ടാണ് റൗണ്ട് ചെയ്യുന്നത്, 10 ആയിട്ടല്ല. അതായത് 377 ആണ്. അപ്പോൾ നമുക്കത് എത്രയായിട്ട് എഴുതാം? 400 ആയിട്ട് എഴുതാം. അതായത് 25,400 ആയിട്ട് നമുക്കതിനെ റൗണ്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ അല്ലാണ്ട് 25,377 അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ റൗണ്ട് ചെയ്തിട്ട് എത്രയായിട്ട് മാറ്റി? 25,400 ആയിട്ട് മാറ്റി. 77 അല്ല, അത് 15നേക്കാൾ എബവ് ആണെങ്കിൽ മുമ്പിലേക്ക് റൗണ്ട് ചെയ്യുക, 15നേക്കാൾ താഴെയാണെങ്കിൽ ബാക്കിലേക്ക് റൗണ്ട് ചെയ്യുക. നമ്മൾ സാധാരണ 10 റൗണ്ട് ചെയ്യാറില്ലേ, ആ 10ന് പകരം 100 വെച്ച് റൗണ്ട് ചെയ്താൽ മതി, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന എമൗണ്ട് എത്രയാണ്? 25,400 ആയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. സോ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് 25,400 ടു ബാങ്ക് അക്കൗണ്ട് 25,400. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിലത്തെ 2 ജേർണൽ എൻട്രി നമുക്ക് എഴുതാനുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് 2 നമ്മൾ എഴുതി. ആദ്യം നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അതുപോലെ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ജേർണൽ എൻട്രി എഴുതി. ഇനി നമുക്ക് സെക്കൻഡ് ഇയറിലത്തെ ജേർണൽ എൻട്രികൾ നോക്കാം. ഏറ്റവും ആദ്യം സെക്കൻഡ് ഇയറിലത്തെ ഏറ്റവും ആദ്യം എന്താ വരിക? ഇൻട്രസ്റ്റിൻ്റെ ജേർണൽ എൻട്രിയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യേണ്ട ജേർണൽ എൻട്രി എഴുതുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. എത്രയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്? നമ്മൾ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളൂ? ആകെ ഫസ്റ്റ് ഇയറിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളൂ. എത്രയാണ്? 25,400 ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ 5% നമ്മൾ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ 25,400 ഇൻറ്റു 5% എത്ര കിട്ടി നമുക്ക്? 1,270 റുപ്പീസ് ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുക. അപ്പോൾ അത് റിസീവ് ചെയ്യേണ്ട ജേർണൽ എൻട്രി ആദ്യം എഴുതി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 1,270. ഇനി അതെന്താ ചെയ്യേണ്ടത്? ഈ ഫണ്ട് നമ്മൾ സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. ഈ സെയിം എമൗണ്ട് തന്നെ നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 1,270 തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇൻട്രസ്റ്റിന് 2 ജേർണൽ എൻട്രി എഴുതി കഴിഞ്ഞു. മൂന്നാമത്തെ നമ്മൾ എന്താ എഴുതേണ്ടത്? ആ വർഷത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ വർഷത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് എത്രയാണ്? നേരത്തെ കണ്ടുപിടിച്ച അതേ എമൗണ്ട് തന്നെയാണ്. എത്രയാണ്? 25,377. എല്ലാ കൊല്ലം ആ എമൗണ്ട് തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, തുടക്കത്തിൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. സോ ജേർണൽ എൻട്രി എഴുതി. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 25,377 വെച്ചിട്ട് നമ്മൾ ആ വർഷത്തെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ അടുത്ത എന്താണ്?
നമ്മൾ ഈ രണ്ട് എമൗണ്ടും എന്ത് ചെയ്യണം, ആ രണ്ട് എമൗണ്ടും ഈക്വലൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യണം. സോ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഏതൊക്കെയാണ് നമ്മൾ ഈ വർഷം നമുക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ടും പ്ലസ് ആ വർഷം കിട്ടിയ ഇൻട്രസ്റ്റും, ഇത് രണ്ടും കൂടി കൂട്ടിയ എമൗണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരിക. കാരണം നമ്മൾ ആ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കില്ല, ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുള്ളൂ. സോ ആ വർഷത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ടും ആ വർഷം നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റും കൂടി കൂട്ടിയ എമൗണ്ടിനുള്ള ഈക്വലൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ മേടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക എമൗണ്ട്? ആ വർഷത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 25,377ഉം ആ വർഷത്തെ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 1,270യുമാണ്. അതും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 26,647 കിട്ടും. അതാണ് റൗണ്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ആ 25,377 അല്ല റൗണ്ട് ചെയ്യേണ്ടത്. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് കിട്ടിയ എമൗണ്ട് അടുത്ത 100ലേക്ക് റൗണ്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ റൗണ്ട് ചെയ്യുക? 26,647 ആണ്, 15നേക്കാൾ കുറവാണ്. അപ്പോൾ 600 ബാക്കിലേക്കാണ്. ആ 47 നേരത്തെ എത്രയായിരുന്നു? 77 ആയിരുന്നു. 15നേക്കാൾ കൂടുതലായതുകൊണ്ട് മുമ്പിലേക്ക് റൗണ്ട് ചെയ്തു. ഇത് 47 ആണ്, 15നേക്കാൾ കുറവാണ്. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് റൗണ്ട് ചെയ്തു. എത്ര എമൗണ്ട് വരിക? 26,600 ആണ് നമുക്കതിൻ്റെ എമൗണ്ട് വരിക. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ വർഷത്തിലത്തെ 4 ജേർണൽ എൻട്രികൾ നമ്മൾ എഴുതി. ആദ്യം ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത്, ദെൻ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്ത് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ദെൻ ആ വർഷത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് എന്ത് ചെയ്യുന്നത്, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ദെൻ ആ വർഷത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ടും സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ഈ രണ്ട് എമൗണ്ടും കൂടി കൂട്ടിയ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ജേർണൽ എൻട്രി എഴുതി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇയറും കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ഇയർ, ആകെ 3 വർഷമുള്ള, പിന്നെ തേർഡ് ഇയർ എന്ന് പറയുന്നുണ്ട്, ലാസ്റ്റ് ഇയർ എന്ന് എഴുതിയാൽ മതി. ആദ്യത്തെ 3 ജേർണൽ എൻട്രി നമ്മൾ നേരത്തെ എഴുതിയ ജേർണൽ എൻട്രി തന്നെയാണ് എഴുതേണ്ടത്. ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യേണ്ട ജേർണൽ എൻട്രി എഴുതാം. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. എത്രയാണ് ഇൻട്രസ്റ്റ് കിട്ടുക? അപ്പോൾ നമ്മൾ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി? ഫസ്റ്റ് ഇയറിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, സെക്കൻഡ് ഇയറിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. രണ്ടിൻ്റെയും മുകളിൽ നമുക്ക് 5% വെച്ച് കിട്ടും. ഫസ്റ്റ് ഇയർ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരുന്നു? 25,400. ബാക്കിലത്തെ ജേർണൽ എൻട്രിയിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് എത്ര? ആദ്യത്തെ വർഷം നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 25,400ഉം സെക്കൻഡ് ഇയർ നമ്മൾ നടത്തിയത് 26,600ഉമാണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് എത്ര കിട്ടും? ഇൻട്രസ്റ്റ് ഓരോ കൊല്ലം കിട്ടും. ഫസ്റ്റ് ഇയർ നേരത്തെ നമുക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, കാരണം നമ്മൾ ഫസ്റ്റ് ഇയറിലത്തെ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഇയർ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തേർഡ് ഇയർ ആയപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, സെക്കൻഡ് ഇയർ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. ആ രണ്ടെണ്ണത്തിൻ്റെ മുകളിൽ നമുക്ക് 5% ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടുന്നത് 2,600 ആണ്. ഓക്കെ. ദെൻ അതെന്ത് ചെയ്യണം? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 22,600 നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്തു. മൂന്നാമത്തെ ജേർണൽ എൻട്രി എന്താണ്? ആ വർഷത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 25,377 എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അതത്രയ്ക്ക് 3 ജേർണൽ എൻട്രിയാണ് എഴുതേണ്ടത്. നാലാമത്തെ നമ്മൾ എഴുതേണ്ടത് എന്തായിരുന്നു? അടുത്ത ആ വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യേണ്ട ജേർണൽ എൻട്രിയാണ് എഴുതേണ്ടിയിരുന്നത്. പക്ഷേ ഈ വർഷം നമ്മൾ പർച്ചേസ് ചെയ്യണില്ല, കാരണം ഇത് റിഡംഷൻ ഇയർ ആണ്, നമുക്ക് തിരിച്ചു കൊടുക്കേണ്ട വർഷമാണ്. അപ്പോൾ നമ്മൾ ആ വർഷം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യേണ്ട, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? സെയിൽ ചെയ്യും. ഇതുവരെ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ വിൽക്കും. അങ്ങനെ വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടിയെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 55,000 റുപ്പീസാണ് കിട്ടിയതെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, വിറ്റിട്ട് എത്ര രൂപയാണ് കിട്ടിയേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി എഴുതാം. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. എത്ര റുപ്പീസാണ്? 55,000 റുപ്പീസാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതെഴുതി. ഓക്കെ. അപ്പോൾ നാലാമത്തെ ജേർണൽ എൻട്രി തൊട്ട് വ്യത്യാസം വന്നു. നമ്മളിത് റിഡംഷൻ ഇയർ ആയതുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യല്ല ചെയ്യുക, വിൽക്കാണ് ചെയ്യുക. വിറ്റിട്ട് എത്ര രൂപയാണ് കിട്ടിയെന്നുള്ളത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ടാവും. അത് വെച്ച് ജേർണൽ എൻട്രി എഴുതി. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 55,000 എഴുതി. അടുത്ത എന്താ നമ്മൾ പഠിച്ചത്? നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണ് ലോസ് ആണ് കിട്ടിയത് നമ്മൾ കണ്ടുപിടിക്കണം. വിറ്റത് എത്ര രൂപയ്ക്കാണ്? 55,000 റുപ്പീസിനാണ്. നമ്മൾ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി? എങ്ങനെ കിട്ടുക കണ്ടുപിടിക്കുക? നമ്മൾ ഫസ്റ്റ് ഇയർ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കുന്നത്? 25,400. നമ്മൾ നേരത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ആ അമൗണ്ട് നോക്കിയതാണ്.
ഫസ്റ്റ് ഇയർ നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 25,400. സെക്കൻഡ് ഇയർ നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എത്രയാണ്? 26,600 ആണ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 52,000 റുപ്പീസ് ആണ് കിട്ടുന്നത്. ആ 52,000 റുപ്പീസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് നമ്മൾ എത്ര രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്? 55,000 റുപ്പീസിനാണ്. അപ്പോൾ അതെന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്, ലാഭമാണോ നഷ്ടമാണോ. കാരണം പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും രണ്ടും രണ്ട് ജേർണൽ എൻട്രി ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഈ സെയിൽസിൻ്റെ ജേർണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതിൻ്റെ ജേർണൽ എൻട്രി എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. നമ്മൾ അതുവരെ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഇയർ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും സെക്കൻഡ് ഇയർ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. ഇവിടെ 25,400ഉം 26,600ഉമാണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 52,000 റുപ്പീസാണ് കിട്ടിയിരിക്കുന്നത്. അത് വിറ്റിട്ട് എത്ര രൂപ കിട്ടി? 55,000 റുപ്പീസും കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ്? പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഓഫ് ₹3,000. അപ്പോൾ പ്രോഫിറ്റിൻ്റെ ജേർണൽ എൻട്രി എഴുതാം. എന്താണ്? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തു. എത്രയാണ്? 3,000 റുപ്പീസാണ് പ്രോഫിറ്റ്. ആ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ. അപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നോക്കേണ്ടത് ലാഭമാണോ നഷ്ടമാണോ നോക്കുക. ലാഭമാണെങ്കിൽ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ന് എഴുതുക. ഇവിടെ നമ്മൾ ഇതുവരെ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് 52,000 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയപ്പോൾ നമുക്ക് വിറ്റിട്ട് കിട്ടിയത് 55,000 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് 3,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റി. അത് നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ. ഇനി അടുത്ത ജേർണൽ എൻട്രി നമ്മൾ എന്താ എഴുതേണ്ടത്? നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ഡിബഞ്ചർ റിഡംഷൻ ഡ്യൂ ആക്കുക, ദെൻ കൊടുക്കുക. ഡിബഞ്ചർ അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. എത്ര രൂപ അവർക്ക് കൊടുക്കുന്നത്? 80,000 റുപ്പീസ്. 80,000 റുപ്പീസ് നമ്മൾ ഡ്യൂ ആക്കി പിന്നെ അത് കൊടുക്കുക. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് 80,000 റുപ്പീസ്. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് എന്താ ചെയ്യുന്നത്? ഇതുവരെ നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത റിഡംഷൻ പർപ്പസ് പ്രോസസ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതുവരെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് എത്ര എമൗണ്ട് ആണോ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് ഒക്കെ ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഇനി ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് എത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാ ജേർണൽ എൻട്രി നോക്കുക. ടു സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. രണ്ടാമത്തെ ജേർണൽ എൻട്രിയിൽ വന്നിട്ടുണ്ട് ഒരു 25,377. അപ്പോൾ അങ്ങനെ എഴുതി വയ്ക്കുക. എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് ഇസ് ഈക്വൽ ടു 25,377. പിന്നെ വന്നിരിക്കുന്നത് എത്രയാണ്? ആ ഇൻട്രസ്റ്റ്, ഫസ്റ്റ് ഇയറിലത്തെ ഇൻട്രസ്റ്റ് 1,270. പിന്നെ സെക്കൻഡ് ഇയറിലത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് 25,377. പിന്നെ സെക്കൻഡ് ഇയറിലത്തെ തേർഡ് ഇയറിലത്തെ ഇൻട്രസ്റ്റ് 2,600. പിന്നെ തേർഡ് ഇയറിലത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് 25,377. പിന്നെ എന്തുണ്ടായി? നമുക്ക് ആ വർഷം പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ടു സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതും കൂടിയും ചെയ്യാം. അത് 2 ആയാലും പ്രോഫിറ്റ് ആയതുകൊണ്ട് ആ എമൗണ്ട് നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ലോസ് ആണെങ്കിൽ നമുക്കിവിടെ ലെസ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആ എമൗണ്ട് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്. ലോസ് ആണെങ്കിൽ ആ എമൗണ്ട് നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രശ്നമൊന്നുമില്ല. ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ടും തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും ആഡ് ചെയ്ത് നമുക്ക് എത്ര മൊത്തം കിട്ടി? 83,001 ആണ് നമുക്ക് എമൗണ്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത്രയ്ക്ക് എമൗണ്ട് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഒരു 3,000 ലാഭം കൂടിയും കിട്ടിയത് കൊണ്ടാണ് 80,000 ക്രോസ് ചെയ്തത്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നമുക്ക് പ്രോഫിറ്റും കൂടിയും കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ആ 3,000 റുപ്പീസ് ക്രോസ് എക്സ്ട്രാ വന്നത്. അല്ലെങ്കിൽ ലാഭമൊന്നുമില്ല, ലാഭമില്ല നഷ്ടം എന്ന് വെച്ചാൽ കൃത്യം ഫേസ് വാല്യൂ തന്നെ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. എന്താ ജേർണൽ എൻട്രി? സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് അറ്റഡ് ടു ജനറൽ റിസർവ് 83,001 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്യാൻസൽ ചെയ്യാനായിട്ട് ആ അക്കൗണ്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മൾ തുടക്കം തൊട്ട് എഴുതിയ എല്ലാ ജേർണൽ എൻട്രിയിലും ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ടുകൾ ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് എമൗണ്ട് കിട്ടുക. ദാറ്റ് ഈസ് 83,001 ആണ് കിട്ടുക. ഓരോ വർഷങ്ങളിലും നമ്മൾ പ്രപ്പോർഷനേറ്റ് എമൗണ്ടും ട്രാൻസ്ഫർ ചെയ്യും, അതുപോലെ ഇൻട്രസ്റ്റ് എമൗണ്ടും ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ ലാസ്റ്റ് നമുക്ക് സെയിൽ നടത്തുമ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യുക. ആ എമൗണ്ടുകളൊക്കെ നോക്കി നമ്മൾ ഈ എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് വേണം ജനറൽ റിസർവിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്യണമെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ നമ്മൾ ജേർണൽ എൻട്രികൾ എഴുതേണ്ടത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആക്കി തരാം കേട്ടോ. താങ്ക് യു.